എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് ഡിവിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനം സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഇതിൻ്റെ പുതിയ എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അലർജി പ്രിക് ടെസ്റ്റ് എന്നൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മലയാളീകരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വിവിധ തരം അലർജികൾ, അതിൻ്റെ കാരണങ്ങൾ, അത് കണ്ടെത്തിയിട്ടുള്ള ഒരു ചികിത്സ നൽകുന്ന രീതി കൂടിയാണ്. ഇത് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് നൽകാൻ നമ്മളോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ പങ്കെടുത്ത് നിരവധി ആരോഗ്യപരമായ അറിവുകൾ നൽകിയ പ്രിയപ്പെട്ട ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT ഡോക്ടർ റിൻറ്റു രവീന്ദ്രൻ, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമുക്ക് ആരോഗ്യ ദർശനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ അലർജി, എനിക്ക് തോന്നുന്നു പലപ്പോഴായിട്ട് വായിച്ചിട്ടും അതുപോലെ പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടും പലർക്കും പല തരത്തിലുള്ള അലർജികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ അലർജി എന്നുള്ള ഒരു വിഷയം നമുക്ക് എങ്ങനെ നിർവചിക്കാം? അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വസ്തുക്കളോട് നമ്മുടെ ശരീരം അമിതമായി റിയാക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനായിക്കോട്ടെ താങ്കളായിക്കോട്ടെ, നമ്മളൊരു പൊടിയുള്ളൊരു മുറിയിൽ ചെല്ലുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു തവണ തുമ്മും, 2 തവണ തുമ്മും, ഓക്കെ. പിന്നെ അത് നമ്മൾ തുമ്മൽ നോക്കും, നമുക്ക് ചെറിയൊരു മൂക്കിൻ്റെ ചെറിയൊരു ഇറിറ്റേഷൻ മാതിരി തോന്നും, കണ്ണിൻ്റെ ചെറിയ ചൊറിച്ചിൽ മാതിരി തോന്നും, ഓക്കെ. പക്ഷേ നമ്മൾ ആ അന്തരീക്ഷമായിട്ട് നമ്മൾ സ്ലോലി നമ്മളതിനെ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അലർജി ഉള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും? ഈ അഡാപ്റ്റേഷൻ സംഭവിക്കില്ല. ഇപ്പോൾ പൊടിയോട് അലർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പൊടിയുള്ള ഒരു മുറിയിൽ ചെല്ലുകയാണെങ്കിൽ നിർത്താതെ ഒരു 10-20 തവണ നിർത്താതെ തുമ്മുക. അതല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും, രാവിലെ നമ്മൾ എണീക്കുന്നത് തന്നെ ചുമച്ചുകൊണ്ടോ അല്ലെങ്കിൽ തുമ്മിക്കൊണ്ടോ, രാവിലെ ഒരു പ്രത്യേക സമയം, പുലർച്ചെ ഒരു 6 മണി 6:30 നമ്മൾ എണീക്കുന്നത് തന്നെ ഈ ബുദ്ധിമുട്ടോടുകൂടിയായിരിക്കും. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് വേറെ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി അലർജി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം നോർമലായി ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലുണ്ടാകുന്ന വസ്തുക്കളോട് അമിതമായി റിയാക്ട് ചെയ്യുക. ഇതിനെയാണ് അലർജി എന്ന് പറയുന്നത്. ഈ അലർജി തന്നെ പലതരത്തിലാവും. ചില ആൾക്കാർക്ക് എന്ത് പറ്റും? നമ്മൾ മൂക്കിൻ്റെ ഈ പറഞ്ഞ മാതിരി ജലദോഷം, തുമ്മൽ, നമുക്ക് മൂക്കടപ്പ് മാതിരി വരാം. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് ശ്വാസകോശത്തെ ബാധിക്കാം. അതായത് നമ്മളിപ്പോൾ ആസ്മയൊക്കെ പറയില്ലേ, വലിവുമാതിരി വരാം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. ഇനി ഇതൊന്നുമല്ല അലർജി, വെറും തൊലിപ്പുറത്ത് മാത്രം ബാധിക്കുന്ന അലർജികളുണ്ട്. അതായത് ചൊറിച്ചിൽ, ഈ സ്കിൻ ഭയങ്കരമായി ഡ്രൈ ആവുക. നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കാണുന്നത് എക്സിമ എന്നൊക്കെ നമ്മൾ പറയും കുട്ടികൾക്ക്. അതായത് കുട്ടികൾ പെട്ടെന്ന് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക, തൊലിപ്പുറത്ത് പൊട്ടൽ മാതിരി വരാം. അത് കുട്ടികൾ കാണുന്നത്. വലിയവരിൽ ആക്ച്വലി ഡ്രൈനെസ് അല്ലെങ്കിൽ എക്സിമയേക്കാൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ചൊറിഞ്ഞ് പൊന്തുക. ഇപ്പോൾ പല ആൾക്കാരും പറയും, ഇപ്പം നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ഒരു വൈകുന്നേരം ഒരു സന്ധ്യ സമയത്തോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യായിരിക്കും, പെട്ടെന്ന് നമുക്കൊരു കൊതുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടികളോ, സാധാരണ നമുക്കെന്താ കടിച്ചെടുക്കുക, കുറച്ചൊരു ചൊറിച്ചിൽ വരും, കുറച്ചൊരു ഇറിറ്റേഷൻ മാതിരി തോന്നും. നമ്മളത് പിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് അത് മാറും. പക്ഷേ ചില ആൾക്കാർക്ക് എന്ത് പറ്റും? ആ കടിച്ച ഭാഗം ഭയങ്കരമായി പൊന്തി വരും, ചുറ്റുപാടുള്ള ഭാഗം ചുവന്നു വരും. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ കടിച്ച ഭാഗത്ത് മാത്രമായിരിക്കില്ല, അതിൻ്റെ ചുറ്റുപാടും വരാം. ഇതിനൊക്കെയാണ് നമ്മൾ അലർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അലർജികൾ ഈ ഭക്ഷണത്തിൽ അങ്ങനെയുള്ള അലർജി പല കാരണങ്ങളും ഉണ്ടാകാം. ഞാൻ പറഞ്ഞ മാതിരി അന്തരീക്ഷത്തിലുള്ള എന്ത് വസ്തു, അത് പുറത്ത് നമ്മൾ കോണ്ടാക്ട് വരുന്നതായിക്കോട്ടെ, നമ്മൾ അകത്തേക്ക് എടുക്കുന്നതായിക്കോട്ടെ. ഈ എയറോ അലർജൻ എന്ന് പറയുന്നത് 3-4 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എയറോ അലർജൻ, അതായത് അന്തരീക്ഷത്ത് വായുവിൽ കൂടി പകരുന്നത്. അതായത് നമ്മളെ പൊടി അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ഈ പൂപ്പൊടിയില്ലേ, പൊള്ളൻ, അത് വളരെ കോമൺ. അത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഈ കാട്ടുചെടികളൊന്നുമല്ല, നമ്മുടെ തെങ്ങ്, അടക്ക മുതൽ ഇതിനോട് വാഴയുടെ എല്ലാത്തിനോടും അലർജിയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. അതുവരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഇപ്പോൾ ഈ ഭക്ഷണത്തിലുള്ള നമുക്കൊരു കോമൺ മിസ്കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും ഭക്ഷണത്തിൽ അലർജി എന്ന് പറയുമ്പം ഈ നോൺ വെജ്, ബീഫ്, മീറ്റ്. പക്ഷെ അങ്ങനെയല്ല. പയർവർഗ്ഗങ്ങളോട് അലർജി ഉള്ളവരുണ്ട്, ചില ഇലവർഗ്ഗങ്ങൾ, വഴുതലിങ്, അങ്ങനത്തെ സംഭവങ്ങളോട് അലർജി ഉള്ളവരുണ്ട്. ഈവൻ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പൊടികൾ, ഈ മഞ്ഞൾ പൊടിയുടെ അലർജി ഉണ്ട്. പിന്നെ വളരെ റെയറായി നമ്മൾ ഈ മീറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, പലപ്പോഴും എന്താ സംഭവിക്കുക? ഈ മീനും മീറ്റൊക്കെ ഇവർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവരതിൻ്റെ മുകളിൽ കുറച്ച് രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കും. പല ആൾക്കാരും ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് പറ്റും? ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അലർജി വരും, ഇതേ ഭക്ഷണം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുകയുമില്ല. അപ്പോൾ അലർജി അങ്ങനെ എന്തുകൊണ്ടാവാം? പിന്നെ വളർത്തുമൃഗങ്ങളുടെ രോമങ്ങളും ഉണ്ടാവാം, അതിൻ്റെ തുപ്പൽ, സലൈവ, അതിനോട് അലർജി വരും. അപ്പോൾ അലർജി ആക്ച്വലി ഒരു പഴയ ഡിക്റ്റമുണ്ട്, അലർജി ക്യാൻ ബി കോസ്ഡ് ബൈ എനിത്തിങ് അണ്ടർ ദ സൺ ഇൻക്ലൂഡിങ് ദ സൺ. അതായത് സൂര്യന് കീഴെയുള്ള എന്തും അലർജി ഉണ്ടാക്കാം,
ഇൻക്ലൂഡിങ് സൂര്യൻ്റെ രശ്മികൾ പോലും അലർജി ഉണ്ടാക്കാം. അത് എല്ലാവരിലും ഇല്ല, എന്നാൽ പല ആളുകളിൽ പല തരത്തിലാണ്. അതിൻ്റെ ഒരു കാരണം അത് മോസ്റ്റ്ലി അലർജി ജനിതകപരമായി വരുന്നതാണ്. അലർജി ജനറ്റിക് ആണ്. അതിന് ചില കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ തോത് കൂട്ടും കുറക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പം എൻ്റെ പിതാവിനുണ്ട് എന്നുള്ളതെങ്കിൽ എനിക്ക് 100% വരണമെന്നില്ല. എൻ്റെ ഉള്ളിൽ അലർജിയുടെ ഒരു ചെറിയ അംശം ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ എൻ്റെ ചേട്ടന് നല്ലോണം ഉണ്ടാവും. എനിക്കൊരു അനിയനുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതലോ കുറവോ കാണാം. ഇതിന് ജനിതകമാണ് പ്രധാന കാരണം. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഈ അലർജി ആക്ച്വലി എൻവയറമെൻറ്റിന് ഒരു വലിയ റോളുണ്ട്. ഇപ്പം നമ്മൾ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും കുടുംബത്തിലെ മൂത്ത കുട്ടികൾക്ക് അലർജിയുടെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. ഏറ്റവും മൂത്ത കുട്ടികൾക്ക്. രണ്ടാമത്, മൂന്നാമത്, നാലാമത് വരുന്ന കുട്ടികൾക്കൊക്കെ അലർജിയുടെ അളവ് കുറയും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അലർജി നമുക്കൊരു അലർജിക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ അന്തരീക്ഷം ഇപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് ഈ അലർജി വരാൻ സാധ്യതയുള്ള വസ്തുക്കളുമായി കോണ്ടാക്റ്റ് വരിക, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനുകൾ വരിക. ഇപ്പം നമ്മുടെയൊക്കെ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളുമായി പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനിതക രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന. നമ്മളവിടെ ഇതിൻ്റെ അളവ് കുറവാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പ്രായത്തിലെ പല കാര്യങ്ങളോട് എക്സ്പോഷർ വരികയാണ്, നമ്മുടെ ബോഡി അതുമായിട്ട് ട്രെയിൻഡ് ആവുകയാണ്. ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും നമുക്കുണ്ട്. ഇന്ത്യൻ പോപ്പുലേഷനിലൊക്കെ വളരെയധികം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇപ്പം ചിലപ്പം എന്തുവരുന്ന വെച്ചാൽ ഇപ്പം മൂത്ത കുട്ടികളാകുമ്പോൾ വീട്ടിൽ അങ്ങനെ ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് കോൺടാക്റ്റ് വരില്ല. രണ്ടാമത്തെ കുട്ടിയാകുമ്പോൾ മൂത്ത കുട്ടി കളിക്കുന്നുണ്ടാവും, കളിച്ചവൻ ഇതേ സാധനം രണ്ടാമത്തെ ആൾക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ കുട്ടിക്ക് എന്താ കുറേ കൂടി ഏർലി എക്സ്പോഷർ കിട്ടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ജനറ്റിക് ആണെന്ന് നമ്മൾ പറയുമെങ്കിലും 100% അല്ല. നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ സ്കൂള്, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതിനെല്ലാം വലിയൊരു റോളുണ്ട്. പിന്നെ ഭക്ഷണത്തിലും ചില വിറ്റമിൻ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡിക്ക് വലിയൊരു റോളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അലർജി കൂടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂര്യനുമായിട്ടുള്ള എക്സ്പോഷർ കുറയാണ്. നമ്മൾ വെയിൽ കൊള്ളുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വയനാട് മേഖലയിലൊക്കെ ഇത് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് വെയിൽ കിട്ടുന്നില്ല. വെയിൽ കിട്ടുന്ന സമയത്തിട്ട് കൊള്ളാനും പറ്റുന്നില്ല. നമ്മൾ കൊള്ളുന്നുണ്ട് വെയിൽ. ഈ നട്ടുച്ചക്കുള്ള വെയിൽ കൊണ്ട് പൊരുവെയിൽ കൊണ്ട് കാര്യമില്ല. നമുക്കൊരു 10 മണിക്ക്, ഒരു 9 മണിക്ക് മുമ്പുള്ള വെയിൽ, അല്ലെ അതാണ് ഐഡിയലി. വൈകുന്നേരം ഉള്ളതും അത്ര ഇതല്ല. ഐഡിയലി രാവിലത്തെ നമുക്കതിപ്പോൾ പലപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, കുട്ടികൾക്കൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വലിയൊരു അളവ് വരെ കുറയുന്നുണ്ട്. ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നതും അലർജിയുടെ തോത് കൂട്ടും. പിന്നെ എക്സസൈസ്, പുതിയ തലമുറ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും പണ്ടൊക്കെ ആണെങ്കിൽ തടിച്ചാലും മെലിഞ്ഞവരും പിള്ളേരൊക്കെ എല്ലാവരും കുട്ടികളും കളിക്കാൻ പോകും. വൈകുന്നേരം ആകുമ്പോൾ കളിക്കുക എന്നുള്ളത് ഒരു മസ്റ്റായിരുന്നു ആ ഒരു തലമുറയുടെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്, കളി ഭയങ്കരമായി കുറഞ്ഞു. ഒന്നാമത് ഷോർട്ട് ഫാമിലിയാണ്, കൂടെയുള്ള കുട്ടികളുടെ എണ്ണം കുറവുണ്ട്. ടി വി, മൊബൈൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. നമ്മൾക്കവിടെ പല കുട്ടികളും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അവരോട് പലരോടും പറയും, അപ്പോൾ ഇല്ല കുട്ടികളില്ല ഇപ്പം ഞങ്ങൾ പലപ്പോഴും സൈക്ലിങ്, അതായത് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കളിക്കാൻ കൂടെ കമ്പനിയിലെ സൈക്കിൾ ചെയ്യാം. 2 പേരുണ്ടെങ്കിൽ 2 പേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുട്ടികളോട് അഡ്വൈസ് ചെയ്യണം. കാരണം എക്സസൈസിന് ഇതിനൊരു വലിയ റോളുണ്ട് അലർജിക്ക്. അതൊരു വലിയ അറിവാണ് ഈ എക്സസൈസ്. അതുപോലെ സൂര്യപ്രകാശം. ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കരുത് എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ സൂര്യപ്രകാശം ഏൽക്കരുത് എന്ന് പറയുന്നതിന് ഒരു സമയമുണ്ട് അല്ലേ? 10 മണിക്ക് ശേഷം 11 മണി മുതൽ 3 മണി വരെയാണ് നമ്മളെ പീക്ക് ടൈം. അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ സൂര്യപ്രകാശം നിങ്ങൾക്ക് എക്സ്പോഷർ വേണം. ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ്. 100%. ഇപ്പോൾ ഈ അലർജി വളരെ കാര്യമായിട്ട് പല ആളുകൾക്കും വരാറുണ്ട്. ഈ അലർജിയുടെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു പ്രിക് ടെസ്റ്റിലൂടെ മനസ്സിലാകുന്നത് അല്ലേ? ഈ എങ്ങനെയാണ് ഈ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ്? അത് അലർജി ഞാൻ പറഞ്ഞല്ലോ എന്തിനോട് വേണമെങ്കിലും വരാം. അപ്പം 2 ഒന്ന് നമ്മളെപ്പോഴും രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ച് നമുക്കൊരു പരിധി വരെ പറയാൻ പറ്റും. കാരണം നമ്മൾ അലർജിയെ കോമൺ ആയിട്ട് നമ്മൾ 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇൻഡോർ അല്ലെ ഔട്ട്ഡോർ. അതായത് ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ പുറത്ത് രോഗിക്ക് വരുന്ന എക്സ്പോഷർ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്ഡോറിൽ വരുന്നതാണ് നമ്മുടെ ഈ ചെടിയുടെ, അതായത് ഈ പൂപ്പൊടി, അതേമാതിരി ചില ഇപ്പോൾ ഈ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ വീട്ടിൻ്റെ അകത്ത് വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ പൊതുവെ കുറവാണ്. ഉണ്ട്, എല്ലാവരും പെറ്റ്സ് ഉള്ളവരും വീട്ടിൻ്റെ പുറത്ത് തന്നെയാണ്. പിന്നെ നമ്മൾ പറയാവുന്ന പലപ്പോഴും ഈ ഭയങ്കരമായ പൊടി, അതായത് പ്യുവർ ഡസ്റ്റ്, ഈ
പൊടിയുടെ അലർജി എന്ന് പലപ്പോഴും പറയുന്നത് ആക്ച്വലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൊടിയോട് തന്നെയുള്ള അലർജിയും, പിന്നെ ഈ പൊടിയിലുള്ള ചില ബാക്ടീരിയ ഉണ്ട്, മൈറ്റ്, ബാക്ടീരിയ അല്ല മൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈറ്റ് എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന പൊടിയിലൊക്കെ കാണുന്നത്, അതൊരു ഇൻഡോർ അലർജനാണ്, വീട്ടിൻ്റെ അകത്തുള്ള. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഷൂ റാക്ക് വെക്കുന്നു. ഷൂ റാക്ക് വെക്കുമ്പോൾ എന്ത് പറ്റും, പലപ്പോഴും ആൾക്കാർ ഒരു ചെരുപ്പ് മാത്രമേ അതിന് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ, ബാക്കി ഒരു 5-6 ചെരുപ്പ് ആ സൈഡിൽ സ്ഥിരമായി കിടക്കും. അപ്പോൾ അതിൽ പൊടി കെട്ടി കിടക്കും, അതൊരു ഇൻഡോർ അലർജനാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മൈറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷെൽഫിൽ വെച്ച തുണികൾ, ഈ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ചൊരു ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അതവിടെ വെച്ച ആ 2 ഷെൽഫ് അങ്ങനെ തന്നെയാണ്. ആ കള്ളി നമ്മൾ പിന്നെ തുറക്കില്ല, അടക്കില്ല. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ മുകളിൽ പൊടി വരും. പൊടിയേക്കാൾ അപകടകാരിയായ ഫംഗസ് ഉണ്ട്, ഈർപ്പം കെട്ടി നിൽക്കുക. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് വെയിലടിക്കുന്നില്ല, ചൂടടിക്കുന്നില്ല. അപ്പോൾ കുറച്ച് നമ്മളെ കട്ടിയുള്ള ക്ലോത്ത്, അത് നമ്മളെ വുളനായിട്ടുള്ള ക്ലോത്ത്, കുറച്ച് നമ്മളെ കമ്പിളിയായിട്ടുള്ള സംഭവങ്ങൾ, ഇതിലൊക്കെ ഈ പൊടിയും ഫംഗസും വരും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോർ അലർജൻ. അപ്പോൾ ഈ രോഗികളോട് ചോദിച്ചാൽ തന്നെ രോഗികൾ കൃത്യമായി പറയും. ഇൻഡോർ അലർജൻ പ്രശ്നമുള്ളവർ എന്ത് ചെയ്യുന്ന പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ എണീക്കുമ്പോൾ ബുദ്ധിമുട്ട്, അതായത് ജോലിയൊക്കെ കഴിഞ്ഞു വന്നു കിടന്നു, ഒരു രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ ചെറിയ ഇറിറ്റേഷൻ തുടങ്ങുന്നു, രാവിലെ ഒരു 3 മണി 4 മണി കഴിയുമ്പോഴത്തേക്ക് കൂടി രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ചുമച്ചുകൊണ്ടോ അല്ലെങ്കിൽ തുമ്മിക്കൊണ്ടോ എണീക്കുക. അപ്പോൾ അതൊരു ഇൻഡോർ അലർജൻ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അല്ല, പുറത്തിറങ്ങുമ്പോൾ ചില ആൾക്കാർ കൃത്യമായിട്ട് പറയും, ഞാനൊരു 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ജോലിക്ക് പോകുന്നു, ജോലിക്ക് പോയിക്കൊടനെ എനിക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു. അതായത് എനിക്ക് ചെറിയ രീതിയിൽ ഈ തൊണ്ടേൻ്റെ ഇറിറ്റേഷനായി തോന്നും, കുറച്ച് കഴിയുമ്പോൾ എനിക്കതൊരു ചെറിയ ഒരു ശ്വാസം എടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടുമാതിരി തോന്നും, വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ചുമ തരും. ഇത് മിക്കവാറും എന്താ ചെയ്യുന്നത് വെച്ചാൽ ചില ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഈ സിവിൽ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പൊടി ഡസ്റ്റ് അത് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ടിപ്പിക്കൽ ഒരു ഇൻഡോർ അലർജനാണ്, പക്ഷേ പലപ്പോഴും ഇത് വർക്ക് പറയുന്ന AC-യിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ പല സ്ഥലങ്ങളിലും എന്ത് പറ്റും, AC ഫിൽട്ടർ ക്ലീൻ ചെയ്യില്ല. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ അകത്ത് പൊടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫംഗസോ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് രോഗിയുടെ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ പക്ഷേ എന്നാലും നമുക്ക് 100% പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്കിൻ പ്രിക്ക് ടെസ്റ്റാണ്. അതായത് തൊലിപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു കോമൺ ആയിട്ട് നമുക്ക് അലർജി ഉണ്ടാക്കാവുന്ന കുറേ വസ്തുക്കളുണ്ട്, അതിനെ നമ്മൾ രോഗിയുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് എന്താ പറയുക കുറച്ചായി കൊടുക്കുക, എന്നിട്ട് റിയാക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതെ. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരളവ്, അതായത് നമ്മൾ ഹെവി ഡോസിൽ കൊടുക്കാൻ പറ്റില്ല, ഭയങ്കരമായ റിയാക്ഷൻ വരുമല്ലോ. അതുപോലെ തൊലീൻ്റെ വളരെ ഉള്ളിലേക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ തൊലിയുടെ ആദ്യത്തെ 2 ലെയറുകളുടെ ഇടയിൽ ചെറിയൊരളവിൽ നമ്മൾ ഈ സംഭവം കൊടുക്കും. അതായത് നമുക്ക് എന്തിനാണോ ഡൗട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് രോഗിയെ കണ്ട് രോഗിയുമായി സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുക എന്തിനൊക്കെ ടെസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ വെറുതെ പൊടിയെടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതല്ല, ഇതിൻ്റെയൊക്കെ മരുന്നുകളുണ്ട്. അതായത് സയൻറ്റിഫിക് ആയിട്ട് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ടെസ്റ്റിനുള്ള റിയേജൻറ്റുകളുണ്ട്. ആ റിയേജൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ രോഗിയുമായിട്ട് സംസാരിക്കും. രോഗിയുമായി സംസാരിച്ച് നമുക്ക് ഡൗട്ട് എന്തിനോടാണോ ഉള്ളത് അതാണ് കൊടുക്കുക. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 60-100 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട. അങ്ങനെ ഒരാളുടെ മേത്ത് നമുക്ക് 100 കാര്യങ്ങൾ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. രോഗിയുമായി സംസാരിച്ച് സസ്പിഷൻ അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള ഒരു 20-25 വസ്തുക്കൾ അത് നമ്മൾ 2 കൈയിലുമായിട്ടാണ് ചെയ്യുക. 2 കൈയിൽ എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ മുൻഭാഗത്ത് നമ്മൾ രോഗികളോട് പറയും, അതായത് ഒരാഴ്ചക്ക് മുമ്പ് ചില മരുന്നുകൾ ഒഴിവാക്കാൻ പറയും. അതായത് ചില മരുന്നുകൾ നമ്മൾ അലർജിക്ക് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ എന്ത് പറ്റും, നമ്മളെ ശരീരത്തിൻ്റെ അലർജി മൊത്തമായി അത് താത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കൊടുത്താലും ആ റിയാക്ഷൻ കാണില്ല. അപ്പോൾ അത്തരം മരുന്നുകൾ ഒരാഴ്ച മുമ്പ് നിർത്താൻ പറയും. അതിനുശേഷം രോഗിയോട് കയ്യിൽ ചെയ്യുന്ന ദിവസം പ്രത്യേകിച്ച് ക്രീമോ മറ്റു കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യാതെ വരാൻ പറയും. എന്നിട്ട് നമ്മളത് ഫുൾ ക്ലീൻ ചെയ്ത് ഈ കയ്യിൻ്റെ 2 ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കും. ഒരു സിംഗിൾ സിറ്റിങ്ങിൽ യൂഷ്വലി ഒരു 20 മുതൽ 25 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 25 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തു നിന്നാണ് ഒരു രോഗി പറയുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഹൗസ് ടെസ്റ്റ് മൈറ്റ്, ഫംഗസുകൾ, ഈ ചില ആൾക്കാർക്ക് നമ്മളെ പാറ്റയില്ലേ, അതിനോടൊക്കെ ഭയങ്കരമായ റിയാക്ഷൻ വരാറുണ്ട്. അത് രോഗി നോക്കുമ്പോൾ അവർ പറയില്ല എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പൊടിയൊന്നും തട്ടുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ വീട്ടിൽ വന്ന് കിടന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായി. അത്തരം രോഗികൾക്ക് യൂഷ്വലി ചുമയും വലിവും മാതിരിയൊക്കെയാണ് വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. പിന്നെ വളർത്തുമൃഗങ്ങളോട് ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ വയനാട്ടിൽ പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു 5-6 ചെടികളുണ്ട്. ചെടികൾ, പുല്ല് പോലെ സംഭവങ്ങൾ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഒരു അനുഭവത്തിൽ, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഇത് പലർക്കും കാരണക്കാരായി കിട്ടുന്നത് ഇതാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുമുണ്ട്. ഇതിന് ശേഷം നമ്മൾ രോഗിയുമായിട്ട് നമ്മൾ കൺഫേം ചെയ്യും. ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ അവർക്ക് ഞങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കും. ഈ ചെടിയുടെ പെക്യുലാരിറ്റി, അതായത് എല്ലാ ചെടികൾക്കും ഈ പൂപ്പൊടി വരുന്നൊരു സ്പെസിഫിക് പീരീഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കൊല്ലത്തിലൊരു 2 മാസം 3 മാസം. ഈ പോളിനേഷൻ കലണ്ടർ എന്ന് പറഞ്ഞ ഒരു വസ്തുവുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം കോറിലേറ്റ് ചെയ്യുക. നമ്മൾ രോഗിയോട് ചോദിക്കും, ഈ മാസങ്ങളിൽ നിങ്ങൾക്ക് കൂടുന്നുണ്ടോ? നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുമുണ്ട്, ഈ മാസങ്ങൾ അതത് മാസങ്ങളിൽ കൂടുന്നുമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാം ഇത് തന്നെയാണ് കാരണം. ഇത്തരത്തിലൊക്കെ കിട്ടുവാണെങ്കിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. കാരണം ആ ചെടിയല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 99% അതങ്ങ് മാറും. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മറ്റ് രീതിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ റെയറാണ്. ഏതൊരു കാര്യത്തെയും പോലെ നമ്മൾ ഒരിക്കലും 100% പറയില്ല, ബട്ട് ലെസ് ദാൻ 1%. ഈ കാരണം കണ്ടെത്തി ടെസ്റ്റ് കഴിഞ്ഞ് ഇന്നതാണ് കാരണം കണ്ടെത്തി അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറ്റാത്ത ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനെതിരെ ഒരു മരുന്നാണോ കൊടുക്കുന്നത്, അതോ അത് ഉപേക്ഷിക്കുക? ഇല്ല, 2 രീതിയിൽ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒന്നിക്കൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് ഉപേക്ഷിക്കാം. ഇനി ചിലപ്പോൾ നമുക്കിത് പറ്റിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കലക്റ്റായ പൊടി ഞാൻ പറഞ്ഞില്ലേ, ഡസ്റ്റ് മൈറ്റ്. ഇപ്പോൾ പലപ്പോഴും ഇത് വരിക ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഒരു 17 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള കുട്ടികളിലൊക്കെ അത് കാണാം. ഇവർക്ക് എന്താ ഹോസ്റ്റലായിരിക്കും. അപ്പോൾ ഹോസ്റ്റലിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപേക്ഷിക്കാതെ എപ്പോഴും ഇപ്പോൾ സ്വന്തം മുറി ക്ലീനാക്കാം, ചുറ്റുപാടുള്ള തൊട്ടടുത്ത മുറി പ്രായോഗിക അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ 3 തരത്തിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഒന്ന് അലർജിക്കുള്ള ഗുളിക. അത് അലർജിയുടെ നമ്മളതിൻ്റെ ഒരു തോത് നോക്കിയിട്ടാണ് ഇത് ട്രീറ്റ്മെൻറ്റ്. അതായത് ചില ആൾക്കാർക്ക് എന്നും ബുദ്ധിമുട്ടുണ്ട്, അവരുടെ ഡെയിലി റുട്ടീനെ ബാധിക്കുന്ന രീതിയിൽ, അവരുടെ ഉറക്കത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അഗ്രസീവ്ലി ട്രീറ്റ് ചെയ്യണം. അല്ല, ഇടക്ക് വരുന്നു പോന്നു, വലിയ ബുദ്ധിമുട്ടില്ല, അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കൊല്ലത്തിൽ 1-2 മാസത്തിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഗുളിക അല്ലെങ്കിൽ മൂക്കിൽ ഉപയോഗിക്കുന്ന സ്പ്രേ കൊടുക്കാം. അത് രോഗിയുടെ കൂടിയ ഒരു തീരുമാനമാണ്. ചില ആൾക്കാർക്ക് ഗുളിക കഴിക്കാൻ മടിയായിരിക്കും, അങ്ങനത്തെവർക്ക് നമ്മൾ സ്പ്രേ കൊടുക്കും. ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉറക്കം വരും. സോ അത് രോഗിയെ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഗുളികൾക്ക് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് വൈസ് കുറവാണ്, അപ്പോൾ സ്പ്രേ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പം നമ്മൾ ഇതെപ്പോഴും രോഗിയുമായി ചർച്ച ചെയ്തെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇതിലെന്താണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ളത്. പക്ഷേ ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ട്, അല്ലെങ്കിൽ വരുമ്പോൾ വളരെ ശക്തിയിൽ വരുന്നവർക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങളുടെ അലർജിയെ തന്നെ ചികിത്സിച്ച് മാറ്റുക. അതായത് ഇപ്പം നമ്മളൊരു വസ്തുവിനോട് ടെസ്റ്റ് ചെയ്തു, അത് നമുക്ക് കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ആ വസ്തുവിനെ നമുക്ക് അലർജി പൂർണ്ണമായും മാറ്റാം. നമ്മൾ എന്താ വെച്ചാൽ ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയും. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡോസിൽ ഈ അലർജിയുള്ള വസ്തു ശരീരത്തിന് കൊടുത്ത് ബേസിക്കലി ശരീരത്തിനെ ട്രെയിൻ ചെയ്യുക. അതായത് ഇതിനോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു സംഭവത്തോട് അമിതമായി റിയാക്ട് ചെയ്യാണ്, നമ്മളെ ബോഡിയെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുവഴി വരുമ്പോൾ റിയാക്ട് ചെയ്യരുതെന്നുള്ള. ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ടൈമാണ്. ഇമ്മ്യൂണോ തെറാപ്പിക്ക് 4 വർഷം എടുക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അങ്ങനെ ഭയങ്കരമായ മരുന്നൊന്നുമല്ല. നാവിൻ്റെ താഴെ ഉറ്റിക്കുന്ന തുള്ളി മരുന്ന്, ആഴ്ചയിൽ 3 ദിവസം ഇങ്ങനെയാണ് തുടങ്ങുക. ആദ്യം നമ്മൾ ഡോസ് കൂട്ടി എപ്പോഴും ഒരാഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കേണ്ടി വരും. മരുന്നുകൾക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം, ഗർഭിണികൾക്ക് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. മറ്റു മരുന്നുകളോട് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ ബോഡിയെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, അലർജിക്ക് ട്രെയിൻ ചെയ്തെടുക്കുക. പക്ഷേ 4 വർഷം എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അത്രയും പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അച്ചടക്കം വേണം. അല്ലാതെ നമ്മൾ കൊടുത്തു, രോഗിയെ എടുത്ത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞു നിർത്തി, അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി എടുക്കണം. പിന്നെ ഒരു ചികിത്സാ രീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് അലർജിയൊക്കെ വരിക തൊലിപ്പുറത്ത് തടിപ്പായിട്ട് വരും. അപ്പം അത്തരം രോഗികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു 10 ഇഞ്ചക്ഷൻ. അതായത് അത് പ്രത്യേകിച്ചും മെയിൻലി തൊലിപ്പുറത്ത് വരുന്ന ഈ തടിപ്പിനും അലർജിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു 10 ഇഞ്ചക്ഷൻ. അതായത് അത് ഭയങ്കര കോസ്റ്റ്ലിയായ മരുന്നൊന്നുമല്ല. ഹിസ്റ്റോഗ്ലോബ് എന്ന് പറയും. അത് വലിയ കോസ്റ്റ്ലി മെഡിസിൻ ഒന്നുമല്ല, പക്ഷേ അത് കൃത്യമായി എടുക്കണം. ആദ്യത്തെ 6 ആഴ്ച ആഴ്ചയിലൊരിക്കൽ, പിന്നെ 2 ആഴ്ചയിലൊരിക്കൽ 2, പിന്നെ മാസത്തിലൊരിക്കൽ 2. അപ്പം അങ്ങനെ ഒരു 10 ഇഞ്ചക്ഷൻ. അത് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യുക, ബേസിക്കലി അതൊരു വാക്സിൻ പോലത്തെ ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ ഒരു അസുഖം വരാണ്ടിരിക്കാൻ വാക്സിൻ കൊടുക്കുന്നില്ലേ, അതേ പ്രിൻസിപ്പിളാണ്. നമ്മുടെ ബോഡിയിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾക്കെതിരെ ഒരു വാക്സിൻ മാതിരി നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്ത് അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. പിന്നെ ഏതൊരു വാക്സിനും ഉള്ള ഒരു പ്രശ്നമുണ്ട്, ആദ്യത്തെ 2 ഡോസ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ.
കാരണം ഇത് മുമ്പ് ആരും കൊടുത്തിട്ടുണ്ടാവില്ല. ഞങ്ങളാണ് ഇതൊരു വാക്സിൻ പോലത്തെ മരുന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡോസിൽ റിയാക്ഷൻ ഇല്ലാത്ത ആർക്കും ഇത് കണ്ടിന്യൂ ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 10 ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു 3-4 കൊല്ലത്തേക്ക് ഇത് വരില്ല, അലർജി വരില്ല. അത് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അലർജനാണ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ 4 വർഷത്തെ ആ ഒരു പീരീഡ് വരുന്നില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ താൽക്കാലികം ഇപ്പോൾ ഒരു ഹോസ്റ്റലോ ഇതൊക്കെ ഉള്ളവർക്ക് എന്ത് പറ്റും, താൽക്കാലികമായ ലക്ഷണങ്ങൾ 10 ഡോസോളം കൊടുക്കണം എന്ന് പറയും. 10 ഡോസ് കൊടുക്കണം. അപ്പോൾ പിന്നെ ആ ഡോസിന്റെ ഗ്യാപ്പ് ഒരുപാട് ഇടുന്നത് ഇല്ല, അതൊരു 2.5 മാസത്തിനുള്ളിൽ കൊടുക്കും. ആദ്യത്തെ 2 ഡോസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് തൊട്ടടുത്തുള്ള എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് 2 ഡോസ് പക്ഷേ ഞങ്ങൾ അത് ഒബ്സർവ് ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ. കാരണം ആസ് വിത്ത് എനി വാക്സിൻ അത് നമുക്ക് നോക്കണം. അത് ചില ആൾക്കാർക്ക് പനി വരാം, ചില ആൾക്കാർക്ക് റിയാക്ഷൻ വരാം. അപ്പോൾ ആദ്യത്തെ 2 ഡോസ് 2 ഡോസ് ഞങ്ങൾ ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് കൊടുത്ത് ഞങ്ങളൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ രോഗിയെ ഇവിടെ തന്നെ ഇരുത്തി റിയാക്ഷനുകളൊന്നും കാണുന്നില്ല, ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ വേറെ എവിടുന്ന് വേണമെങ്കിലും എടുക്കാം. ഭക്ഷണകാര്യമാണെങ്കിലും അലർജിക്ക് ഇതേ സിംറ്റം. ഭക്ഷണ കാര്യത്തിനകത്ത് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കാരണമുള്ള അലർജി പലപ്പോഴും ലൈഫ് ത്രെട്ടനിങ് ആയി വരാവുന്ന അലർജികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നാടുകളിൽ ഈ പീനട്ട്, ഗ്രൗണ്ട്നട്ട്, ഈ കടല പോലത്തെ അതിനോടൊക്കെ അലർജി കുറവാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഷെൽ ഫിഷ്, ചെമ്മീനോടൊക്കെ അലർജി വളരെ കോമൺ. മൈദ ഇതൊക്കെ ഒരു പ്രശ്നം. ഈ ഭക്ഷണത്തിൻ്റെ അലർജി ബാക്കി അലർജികൾ മാറി എന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ കൂടെ ഈ ചൊറിച്ചിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ശ്വാസം മുട്ടും, ഉള്ളിൽ തൊണ്ടയിൽ നീര്, നാവിൻ്റെ നീര് ഡേഞ്ചറസ്. അത് അനാഫൈലാക്സിസ് എന്ന് പറയും. അലർജിയുടെ ഏറ്റവും കഠിനമേറിയ രൂപം. ഈ അനാഫൈലാക്സിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അനാഫൈലാക്സിസിലേക്ക് പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിനകത്ത് റിസ്ക് ഉണ്ട്. അനാഫൈലാക്സിസ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ അലർജി നമ്മൾ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് രോഗികളോട് ഒഴിവാക്കുക. കാരണം അതാണ് ഏറ്റവും സേഫസ്റ്റ് പ്രാക്ടീസ്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഫോർച്ചുനേറ്റ്ലി നമുക്കിതൊക്കെ ഇൻഷുറൻസ് കുറവാണ്. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് ഇങ്ങനത്തെ പ്രോൺസ്, ചില ആൾക്കാർക്ക് മൈദ, ചില ആൾക്കാർക്ക് മീറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അവോയ്ഡൻസ് തന്നെയാണ് ഫുഡ് അലർജിയുടെ കാര്യത്തിൽ മിക്കവാറും പറയുന്നത്. മെഡിസിൻ അലർജി ആണെങ്കിൽ മെഡിസിൻ മാറ്റി കൊടുക്കുക എന്നുള്ളൊരു മെഡിസിൻ മാറ്റി കൊടുക്കലാണ് നമ്മുടെ ഏറ്റവും കോമൺ. പിന്നെ ചില ആൾക്കാർക്ക് ഒരു സർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് ഡിസീസ് ഉണ്ട്. അതായത് നമ്മൾ ഈ AERD എന്ന് പറയും, അതായത് വേദന സംഹാരികളോട് എല്ലാത്തിനോടും അലർജി വരും. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അത്തരക്കാർക്ക് ആക്ച്വലി ഇതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മുടെ ആസ്പിരിൻ ഉണ്ടല്ലോ, നമ്മൾ ഹൃദ്രോഗത്തിനൊക്കെ കൊടുക്കുന്നത് ആസ്പിരിൻ ചെറിയ ചെറിയ ഡോസുകളിൽ കൊടുത്ത് രോഗിയുടെ ശരീരത്തിന് ഒരു ടോളറൻസ് ഉണ്ടാക്കി പിന്നെ വേദന സംഹാരി കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. പക്ഷെ അതും ഞങ്ങൾ പറഞ്ഞില്ല, എല്ലാ വേദന സംഹാരികളോട് അലർജി വരുന്ന വ്യക്തികൾക്കേ നമ്മളത് ചെയ്യുള്ളൂ. കാരണം ഇപ്പം നമുക്കൊരു 2 ഒഴിവാക്കിയാൽ മതി, ബാക്കി 2 കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എല്ലാത്തിനോടും അലർജി ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇതാണ് ചെയ്യുക. ഏതായാലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അലർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ശരീരം, നമ്മുടെ എൻവയോൺമെൻറ്റ്, അതുപോലെ ഭക്ഷണ സംവിധാനങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു, അതിനുള്ള പ്രതിവിധികൾ വളരെ വ്യക്തമായിട്ട് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ മെഡിസിനും അത് ചെയ്യേണ്ട രീതികൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു നമ്മുടെ ഈ ആരോഗ്യ ദർശനത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കുമുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ വ്യക്തമായ ഒരു വിവരണമാണ് നൽകിയത്. നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT പ്രൊഫസർ ഡോക്ടർ റിൻറ്റു രവീന്ദ്രനാണ്. ഒരുപാട് സന്തോഷം. വീണ്ടും അദ്ദേഹത്തിൽ നിന്നുള്ള നമുക്ക് ആരോഗ്യപരമായ അറിവുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത ഡോക്ടർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.